ആലുവ പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നിട്ട് വെറും 300 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4 BHK സെമി ഫർണിഷ്ഡ് പ്രീമിയം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏകദേശം 30ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ആലുവ ടൗണിലേക്ക് ഏകദേശം 6 കിലോമീറ്ററും, എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 12 കിലോമീറ്ററും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്ററാണ് വരുന്നത്. കൂടാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും രാജഗിരി ഹോസ്പിറ്റലിലേക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യവും നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. ഇനി ഇവിടെ നിന്നുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 5.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2460 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് നോർമൽ ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇതിൽ ഒരു ബെഡ്റൂം വരുന്നത് ഒരു ഹോം തിയേറ്റർ പ്ലസ് മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യത്തിൽ, നല്ല സ്പേഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ഗംഭീരമായ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 30ഓളം വില്ലകൾ വരുന്നൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ എന്ന് പറയുന്നത് ഏകദേശം 4.5 മീറ്റർ വീതിയിൽ ടാർ ചെയ്ത റോഡുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വീട് ഒരു കോർണർ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ 2 സൈഡിലൂടെയും നമുക്ക് റോഡ് ആക്സസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. 2 റോഡിൻ്റെ ആക്സസിൽ നമുക്ക് ഗേറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗാർഡൻ വർക്കുകൾ കൊടുത്തിട്ട് നല്ല രീതിയിൽ പെബിൾ ടെക്സ്ചർ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ CNC ഫ്രെയിം വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. LED സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഗേറ്റിൻ്റെ പില്ലറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള 2 ക്വാളിറ്റിയുള്ള ഗേറ്റ് ലൈറ്റുകൾ വരുന്നുണ്ട്. കൂടാതെ ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും ഏകദേശം 4 അടിയോളം വരുന്നൊരു ഫോൾഡിങ് ഗേറ്റും ഗേറ്റിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു ഡോർ ഫോണിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഗാർഡൻ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു കിഴക്ക് ദർശനത്തിൽ വരുന്നൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫ്രെയിം വർക്കുകളൊക്കെ കൊടുത്ത് ലൂവർ പാനലിംഗ് വർക്കുകൾ, LED ലൈറ്റിങ്ങുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയുള്ളൊരു എലവേഷൻ നമുക്ക് വീടിന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കവേർഡ് പാർക്കിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു വലിയ XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ, LED സിലിണ്ടറിക്കൽ ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് പോർച്ചിൻ്റെ ഫ്ലോറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബാംഗ്ലൂർ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ച് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ടും അത്യാവശ്യം ഗാർഡൻ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ട് 1-2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അഡീഷണൽ കാർ പാർക്കിംഗ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തും ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് വരുന്നുണ്ട്. ആ ഭാഗത്തായിട്ടും ഒരു പ്ലാന്റ് ബോക്സിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഫ്രണ്ടിലെ കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിലായിട്ടും പ്ലാന്റ് ബോക്സിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സൗകര്യത്തിനൊരു കിണർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച്ഡായിട്ടും ഒരു സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ 2 സൈഡിൽ കൂടെ റോഡ് ആക്സസ് ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തും നമുക്കൊരു ഗേറ്റിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ഡോറ് തുറന്ന് ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഏകദേശം 2-3 കാറൊക്കെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ പാഷ്യോയിലേക്ക് അറ്റാച്ച്ഡായിട്ട് വരുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്കാണ് പോകുന്നത്. നല്ല വീതിയുള്ള സ്റ്റെപ്പുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള രീതിയിലാണ് സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 2 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്ക് സിറ്റ് ഔട്ടിൽ കിട്ടുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ബ്ലാക്ക് കളറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഭിത്തിയിലേക്കായിട്ട് നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തേക്കൂട്ടിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച്ഡായിട്ട് തന്നെയാണ് ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറും കിഴക്ക് ദർശനമായിട്ട് തന്നെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ലോക്കുകളൊക്കെ നമ്പർ ലോക്കിംഗ് സെൻസർ ലോക്കിംഗ് സിസ്റ്റത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻ്റായിട്ടോ പാറ്റേൺ ലോക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന ഒരു ഫോയർ സ്പേസിലേക്കാണ്. അവിടെയായിട്ട് നമുക്കൊരു ഫ്രോസ്റ്റിംഗ് ഗ്ലാസിൻ്റെ വർക്ക്, ഒരു പാർട്ടീഷൻ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വിൻറ്റേജ് ടൈപ്പ് ഹാങ് ക്ലോക്കിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. പാനലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ലിവിങ് സ്പേസിലേക്കാണ്.
ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് വീടിൻ്റെ എൻ്റയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു കോർണർ സെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഭിത്തിയിലായിട്ട് നല്ല രീതിയിലൊരു വാൾപേപ്പർ വർക്കുകളും ഒരു ഗ്ലാസ് വിൻഡോസിൻ്റെ വർക്കുകളൊക്കെ UPVC പാനലിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡബിൾ ലൈറ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നമുക്ക് ഈ ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ഗ്ലാസ് വിൻഡോസിൻ്റെ സൗകര്യം നമുക്ക് ഈ ഭാഗത്തായിട്ടും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തുള്ള ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എയർ കണ്ടീഷൻഡ് ആയിട്ടാണ് ലിവിങ് റൂമും ഡൈനിങ് റൂമും കൊടുത്തേക്കണോണ്ട് തന്നെ ഇവിടെയും 1.5 ടണ്ണിൻ്റെ 2 AC ലിവിങ്ങിലും ഡൈനിങ്ങിലുമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നല്ലൊരു വലിയ TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് വാൾപേപ്പറിൻ്റെ വർക്കുകൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന പാസേജിലൊക്കെ ആയിട്ട് ഒരു ചെറിയ പ്ലാന്റിൻ്റെ വർക്കുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 8 സീറ്ററോ 10 സീറ്ററോ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. ഇവിടെയും ഡബിൾ ലൈറ്റഡ് ആയിട്ട് തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങളും ബിൽഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു സ്ലൈഡിങ് ഡോറിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഡോറ് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കോർട്ട്യാർഡ് സ്പേസ് നമുക്കൊരു പാഷ്യോ പോലെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ ഫൗണ്ടൈൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്ലാന്റിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഒരു GI ഫ്രെയിം വർക്കുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ വരുന്ന വാഷ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ജാഗ്വറിൻ്റെ തന്നെ ഒരു ക്വാളിറ്റിയുള്ള കൗണ്ടർ ടോപ്പ് വാഷ് ബേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. താഴെയായിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ട് താഴെയായിട്ട് LED ലൈറ്റിങ്ങിൻ്റെ വർക്കുകൾ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാന്റിൻ്റെ വർക്കുകളൊക്കെ ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് നല്ലൊരു ടൈൽ വർക്കൊക്കെ കൊടുത്തിട്ട് ഒരു ലൈറ്റിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. LED സിലിണ്ടറിക്കൽ ലൈറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ളൊരു കിച്ചണിലേക്കാണ് വന്നിട്ട് ഫുള്ളി ഓപ്പൺ ആയിട്ട് വരുന്നൊരു കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വരുന്നൊരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ സൗകര്യങ്ങൾ നമുക്ക് പാസേജിലായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഡോർ ഫോണിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗേറ്റിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സൗകര്യങ്ങൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കിട്ടാൻ ഭാഗത്തിന് തന്നെയാണ് ബിൽഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഒരു മൾട്ടി സിങ്കിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു 3 വാളി വിൻഡോ ഈ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ചിമ്മിണിയും ഹോബും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ബർണറിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഹോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രസ്റ്റീജിൻ്റെ തന്നെ ഒരു ചിമ്മിണിയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് അത്യാവശ്യം വലിയ ഒരു ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. അവിടെയായിട്ടും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ബോക്സും ടാൻഡം ബോക്സും ബാസ്ക്കറ്റ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു മാറ്റ് ഫിനിഷ് ടൈല് തന്നെയാണ് ഫ്ലോറിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കവറൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി കിച്ചണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. സിങ്ക് വയ്ക്കാനും ടാപ്പ് കൊടുക്കാനുള്ള വേസ്റ്റേജിൻ്റെ ഡ്രെയിനേജിൻ്റെ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണക്ഷൻസൊക്കെ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. കന്നിമൂലയാണ്. നല്ല രീതിയിൽ ഫ്ലോട്ടിംഗ് ബെഡിൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫർണിഷിംഗ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്തായിട്ട് നല്ലൊരു വാൾപേപ്പറിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ടുണ്ട് ചെറിയ സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കർട്ടൺ വർക്കുകൾ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു സ്ലൈഡിംഗ് ഡോറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. UPVC പാനലിൽ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയും കർട്ടൺ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു പാഷിയോ സൗകര്യം നമുക്ക് പുറത്ത് കിട്ടുന്നുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് വുഡൻ കളറിൽ വരുന്ന ടൈല് കൊടുത്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് നല്ലൊരു ഗാർഡൻ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ ഈ ഭിത്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്ന രീതിയിൽ സ്ലൈഡിംഗ് ഡോറൊക്കെ കൊടുത്തിട്ട് വരുന്ന കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. താഴെയും മുകളിലുമായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നുണ്ട്.
അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗത്ത് ഒരു കുഷനൊക്കെ കൊടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഷൂ റാക്കിൻ്റെ സൗകര്യങ്ങൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. പോകുന്ന പാസേജിലായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുള്ള ബാത്റൂം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ജാഗോറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ജാഗോറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകളും ജാഗോറിൻ്റെ തന്നെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും കൂടാതെ ഒരു ഹെയർ ഡ്രയറിൻ്റെ സൗകര്യങ്ങളൊക്കെ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. തെക്ക് കിഴക്കേ മൂലയിൽ, ഇത് സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. ഇവിടെയും ഒരു ഫ്ലോട്ടിംഗ് ബെഡിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫർണിഷിംഗ് ആയിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബിഹൈൻഡിലായിട്ട് ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് നല്ലൊരു വാൾപേപ്പറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യങ്ങളും വരുന്നുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ഒരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങളും കർട്ടൺ വർക്കുകളും വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ജാഗോറിൻ്റെ ഫിറ്റിങ്സുകളുടെ തന്നെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നതാണ്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. കണ്ടംപററി ബീം സ്റ്റെയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാക്ക് വേലായിട്ട് വുഡിൻ്റെ പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വുഡൻ ടോപ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭിത്തിയിലായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡൈനിങ്ങിൽ വരുന്ന 1.5 ടണ്ണിൻ്റെ AC-യുടെ ഇൻവെർട്ടർ AC-യുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ രണ്ടാമത്തെ ലാൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലാൻഡിങ്ങിൽ നിന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. UPVC പാനലിംഗ് തന്നെ വരുന്നുണ്ട്. GI ഫ്രെയിമിൽ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ അത്യാവശ്യം വാക്കിംഗ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി സൗകര്യം വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി അപ്പർ ലിവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു അപ്പർ ലിവിങ് പാസേജാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു പാസേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ വരുന്നൊരു അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിളിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ബുക്ക് ഷെൽഫിൻ്റെ സൗകര്യങ്ങൾ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്ത് നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ലൂവർ പാനലിംഗ് എല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ മുകളിലത്തെ നിലയിലെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ വലിപ്പത്തിൽ വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇവിടെയും ഒരു ഫ്ലോട്ടിംഗ് ബെഡിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. താഴെയായിട്ട് ലൈറ്റിംഗ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിഴക്ക് ഭാഗത്തേക്കായിട്ട് ഒരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ ബേ വിൻഡോ കൺസെപ്റ്റിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കർട്ടൺ വർക്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഭിത്തിയിലായിട്ട് ഒരു വിസിബിലിറ്റി ഗ്ലാസിൻ്റെ സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കർട്ടൺ വർക്കുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഭിത്തിയിലായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്ന രീതിയിൽ വരുന്ന കബോർഡ് വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ലൈഡിങ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഡ്രസ്സിംഗ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്തായിട്ട് നല്ല രീതിയിൽ വാൾപേപ്പർ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 സൈഡിലായിട്ടും സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന ഒരു ബാത്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബാത്റൂം സ്പേസ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് പാർട്ടീഷനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജാഗോറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ജാഗോറിൻ്റെ തന്നെ കൺസീൽഡ് വാൾ മൗണ്ട് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. കൂടാതെ ഒരു കൗണ്ടർ ടോപ്പ് ജാഗോറിൻ്റെ വാഷ് ബേസിനും ഹെയർ ഡ്രയറും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് പോകുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊരു
മാസ്റ്റർ ബെഡ്റൂം പ്ലസ് ഒരു മീഡിയ റൂം കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് ഏകദേശം ഒരു 200ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ട് ബെഡ്റൂം സ്പേസ് അറേഞ്ച് ചെയ്തിട്ട് അതിനോട് ഫ്ലോട്ടിംഗ് ബെഡിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ബെഹൈൻഡിലായിട്ട് നല്ല രീതിയിൽ വാൾപേപ്പർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻവെർട്ടർ AC-യുടെ സൗകര്യങ്ങൾ ബ്ലൂ സ്റ്റാറിൻ്റെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്ന കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. സിറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഷൻ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു മീഡിയ റൂം കൺസെപ്റ്റിലായിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ വരുന്നൊരു മീഡിയ റൂമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 75 ഇഞ്ചിൻ്റെ LGയുടെ തന്നെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് നല്ല രീതിയിൽ വർക്കുകൾ സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 റീക്ലൈനറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസുകളും ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിവിങ്ങിലും ഡൈനിങ്ങിലും ആരെങ്കിലും വിസിറ്റേഴ്സിനെ നമുക്ക് വ്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഒരു ബേ വിൻഡോ കൺസെപ്റ്റിൽ തന്നെയാണ് ഇവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിലെ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫിക്സഡ് ഗ്ലാസിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ടഫൻ ഗ്ലാസ്സിൽ തന്നെയാണ് ഇതും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് LED സ്പോട്ട് ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് പ്ലം ഒരു കൺസെപ്റ്റിൽ വരുന്ന ഒരു മീഡിയ റൂം കൺസെപ്റ്റിൽ വരുന്ന ഒരു റൂമും കൂടിയാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്ന വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാത്ത് ടബൊക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാർട്ടീഷൻ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭിത്തിയിലായിട്ട് ഒരു ഓപ്പൺ ഗ്ലാസ് സൗകര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കർട്ടൺ ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കിട്ടുന്നതാണ്. കർട്ടൺ താത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ക്ലോസ്ഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നല്ലൊരു ഗ്രീനറി ആയിട്ട് അത്യാവശ്യം പ്ലാന്റ് വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ലൂവർ പാനലിംഗ് LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ ഒരു ഊഞ്ഞാലിൻ്റെ സൗകര്യങ്ങൾ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് വരുന്ന തെക്ക് കിഴക്കേ മൂലയിൽ വരുന്ന ഒരു ബാൽക്കണി സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂടാതെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെറസിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇത് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു അതിവിശാലമായ ഓപ്പൺ ടെറസ് നമുക്കവിടെ അവൈലബിൾ ആണ്. ആലുവ പുക്കാട്ടുപടി ബസ് റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഏകദേശം 30ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു സെമി ഫർണിഷ്ഡ് പ്രീമിയം വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 5.5 സെൻറ്റ് ലാൻഡിലായിട്ട് 2460 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. അതിഗംഭീരമായ ഇൻറ്റീരിയർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ലിവിങ് പ്ലസ് ഡൈനിങ് ഒരു മാസ്റ്റർ ബെഡ്റൂം ഇതിലെല്ലാം AC ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1,55,00,000 രൂപയാണ് ബിൽഡർ ഈ വീടിന് ആവശ്യപ്പെടുന്നത്. വില തികച്ചും നെഗോഷ്യബിളാണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.